കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ അടുത്ത ആഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ പ്രമോയൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി എപ്പിസോഡുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. നിവിൻ യമുന ട്രാക്ക് വന്നപ്പം നമ്മുടെ ഇഷ്ടപരമ്പര ഈ പുഴയും കടന്നതിനോടുള്ള താല്പര്യം എല്ലാവരും കുറഞ്ഞതുപോലെ കാണാനായിട്ട് സാധിക്കൂ. എൻ്റെ അഭിപ്രായത്തിലും യമുനയ്ക്ക് പെട്ടെന്നുണ്ടായ ആ ഒരു സ്വഭാവ വ്യത്യാസം ഒട്ടും തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഒരു പ്രണയത്തിൽ നിന്ന് പുറത്ത് കടന്നപ്പം തന്നെ നിവിനോട് പ്രണയം തോന്നുകയും സ്വന്തം ചേച്ചിയെ കൊല്ലാൻ പോലും മടിക്കാത്ത ഒരു മനോഭാവത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തത്. എന്തായാലും അതൊക്കെ മാറ്റി നിർത്തി നമുക്ക് നമ്മുടെ കാവേരിയുടെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം. അങ്ങനെ നമ്മുടെ കാവേരി നരൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും ഒക്കെ നമുക്ക് വരും ആഴ്ചയിലെ എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അവർ ആ വലിയ സത്യം അറിഞ്ഞിരിക്കുകയാണ്. നിളക്കുട്ടിക്ക് ചെറിയൊരു പ്രശ്നമല്ല, മറിച്ച് ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്യേണ്ടതായ ഒരവസ്ഥയിലാണ് നിൽക്കുന്നതെന്നും എത്രയും വേഗം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ശാരദ അത് കേൾക്കുമ്പോൾ തന്നെ ആകെ തകർന്ന മട്ടാണ്. തൻ്റെ കുഞ്ഞിന് ഒരു ഓപ്പറേഷൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശാരദയ്ക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കാവേരിയും അതുപോലെ വിനീതും കൂടി ഡോക്ടറോട് അതിൻ്റെ ചെലവിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഏകദേശം നല്ലൊരു തുക തന്നെ ആ ഓപ്പറേഷൻ നടത്താനായിട്ട് വേണ്ടി വരുമെന്നും അതുപോലെ ഈ ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യമില്ല എന്നും പുറത്ത് ഏതെങ്കിലും സിറ്റിയിലുള്ള നല്ല ഹോസ്പിറ്റലിലേക്ക് പോയി ഓപ്പറേഷൻ ചെയ്യുന്നതാകും നല്ലതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഡോക്ടർ അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ വിവരം അറിഞ്ഞ് എല്ലാവരും ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പം നമ്മുടെ ഗംഗ നമ്മുടെ രാധമ്മയോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അച്ചമ്മയ്ക്ക് ഒരു ഓർമ്മയില്ലേ, ഒരു കാര്യങ്ങളും ഡോക്ടർ നമ്മുടെ നിള ജനിച്ചപ്പം ഇതിനെപ്പറ്റി പറഞ്ഞില്ലേ എന്ന് ചോദിക്കാം. അപ്പം രാധമ്മ പറയും, ഇല്ല മോളെ, നീ ഫോൺ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞതല്ലേ ഇതിനെപ്പറ്റി എനിക്ക് ഒരറിവുമില്ല, ഇങ്ങനൊരു കാര്യം എനിക്കറിയത്തില്ല എന്ന് തീർത്തു പറയാം. അമ്മയ്ക്കും അറിയില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞത് നിള ജനിച്ചപ്പോൾ തന്നെ ഹാർട്ടിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നെന്നും അവൾ വളരുമ്പം ഒരു ഓപ്പറേഷൻ ചെയ്ത് ആ പ്രോബ്ലം മാറ്റണമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടാകുമെന്നാണല്ലോ എന്ന് ചോദിക്കും. അല്ല, അച്ഛൻ ഇക്കാര്യത്തെപ്പറ്റി അറിയാമോ അമ്മേ എന്ന് വീണ്ടും നമ്മുടെ രാധമ്മയോട് ഗംഗ ചോദിക്കുക. അപ്പം രാധമ്മ പറയും, അവൻ പ്രത്യേകിച്ചൊന്നും എന്നോട് ശാരദയോട് പറഞ്ഞിട്ടില്ല. പക്ഷെ എപ്പോഴും അവൻ ഗൾഫിൽ നിന്ന് ഫോൺ വിളിക്കുമ്പം നീളെ പുറത്ത് കളിക്കുമെന്ന് പറഞ്ഞാൽ അവളെ അധികം കളിക്കാനൊന്നും വിടരുത്, ശ്രദ്ധിക്കണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ അതവൻ്റെ കരുതലായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്കിപ്പോൾ തോന്നുന്നേ ഈ കാര്യങ്ങൾ അരവിന്ദന് അറിയാമെന്നാ എന്ന് പെട്ടെന്ന് പറയാണ് കേട്ടോ നമ്മുടെ രാധമ്മ. അത് കേൾക്കുമ്പം ഗംഗയ്ക്കും അച്ഛനിക്കാരും ചിലപ്പം അറിയാമായിരുന്നു, തങ്ങളാരും സങ്കടപ്പെടേണ്ട എന്ന് ഓർത്ത് പറയാതിരുന്നതാകും എന്ന് ബോധ്യപ്പെടുകയാണ് കേട്ടോ. അപ്പം ഇനി എന്ത് ചെയ്യും എന്നൊരു ചിന്ത എല്ലാവരുടെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പം നിളയും അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ശാരദ പറയും, എൻ്റെ മോള് ഒരിക്കലും ഇക്കാര്യം അറിയരുത്, ഇപ്പം തൽക്കാലം അവളെ ഇത് അറിയിക്കരുത് എന്ന് തീർത്തു പറയാം. അപ്പം ഗംഗ ചോദിക്കും, അതെങ്ങനെയാ അമ്മേ, ആശുപത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് പോവുകയും ചികിത്സയൊക്കെ നടത്തുന്ന കാണുമ്പം അവൾക്ക് മനസ്സിലാകില്ലേ എന്ന് ചോദിക്കാം. അത് എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് അവളെ ആശ്വസിപ്പിക്കാം, പക്ഷേ ഓപ്പറേഷൻ വേണമെന്നൊന്നും പറയണ്ട എന്ന് തീർത്തു പറയാം. അപ്പം എല്ലാവരും അത് ശരി വെക്കാണ് കേട്ടോ. ഓപ്പറേഷൻ്റെ സമയമൊക്കെ ആകുമ്പം നമ്മുടെ നീളക്കുട്ടി ഇതൊക്കെ അറിഞ്ഞാൽ മതി എന്നൊരു തീരുമാനത്തിൽ അവർ എത്തിച്ചേരുകയാണ്. അപ്പം കാവേരി വീണ്ടും ആകെ ചിന്തിച്ച് നിൽക്കുക, ഇത്രയും വലിയൊരു തുക നമ്മൾ എങ്ങനെ ഉണ്ടാക്കും എന്ന് ചോദിക്കാം. അപ്പം എല്ലാവർക്കും അതിനെപ്പറ്റി തന്നെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെ ഇത്രയും വലിയൊരു തുക ഉണ്ടാക്കും എന്ന്. അപ്പം പെട്ടെന്ന് കാവേരി പറയും, ആ ജയപാലൻ നമ്മുടെ അച്ഛനെ പറ്റിച്ച് ആ തോട്ടം കൈക്കലാക്കിയല്ലേ, ആ തോട്ടത്തിൻ്റെ പൈസയെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കാൻ പറ്റിയ നമുക്ക് എത്രയും വേഗം നമ്മുടെ നിളയുടെ ഓപ്പറേഷൻ നടത്താനായിട്ട് സാധിക്കില്ലേ എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന ശാരദ പറയും, അത് ആ ജയപാലൻ തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ എന്തൊക്കെ ബഹളം വെച്ചാലും ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താണ് കേട്ടോ. അത് ശരിയാണെന്ന് നമ്മുടെ കാവേരിക്കും അറിയാം, പക്ഷെ വേറൊരു വഴിയും തങ്ങളുടെ മുന്നിൽ ഉണ്ടാകുന്നില്ല. അപ്പം ഗംഗ പറയും, ഇനിയിപ്പം അയാളുടെ പിന്നാലെ ആ തോട്ടത്തിന് വേണ്ടി നമ്മൾ നടക്കാത്തതാ കാവേരി നല്ലത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും നിയമവും ഈ നാട്ടിലെ പോലീസും ഒക്കെ അയാൾക്ക് ഒത്താശ ചെയ്യത്തുള്ളൂ എന്ന് പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം, എത്രയും വേഗം നിളയായിട്ട് നമുക്ക് പുറത്തു പോയി ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാം, ഓപ്പറേഷന് വേണ്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യാം എന്ന് ഗംഗ പറയാണ് കേട്ടോ. ഒരു സമാധാനവും ഇല്ലാത്ത നാളുകളാണ് നമ്മുടെ സ്നേഹതീരത്തുള്ള എല്ലാവർക്കും. ഒന്നു മാറി ഓരോ പ്രതിസന്ധികൾ ഈ കുടുംബത്തെ പിടികൂടുന്നത് കാണുന്ന രാധമ്മയ്ക്കും സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നീ പരീക്ഷണങ്ങളൊക്കെ അവസാനിക്കും എന്നൊരു ചിന്ത വരിക. പക്ഷേ വീട്ടിലുള്ളവർ ആ തോട്ടത്തിൻ്റെ പിന്നാലെ പോകണ്ട എന്ന് കാവേരിയോട് പറഞ്ഞാലും തൻ്റെ അച്ഛനെ
പറ്റിച്ച് ജയപാലൻ കരസ്ഥമാക്കിയ ആ തോട്ടം സ്വന്തമാക്കണം എന്നൊരു ചിന്തയിൽ തന്നെയാണ് നമ്മുടെ കാവേരി. അതിനുവേണ്ടി ഒരിക്കൽ കൂടി ആ തോട്ടത്തിൽ പോയി ശിവരാമനെ കാണാനായിട്ട് നമ്മുടെ കാവേരി തീരുമാനിക്കുകയാണ് കേട്ടോ. കാരണം കാവേരിയുടെ അച്ഛൻ അരവിന്ദന് ശിവരാമനോട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമുണ്ടായിരുന്നേ. ഒരിക്കൽ നമ്മുടെ കാവേരി ഡയറിയൊക്കെ എടുത്ത് നോക്കുമ്പം അതിൽ എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ട്. ശിവരാമന് ഒരു വീട് വെച്ച് കൊടുക്കണം, ഈ തോട്ടത്തിന് തന്നെ അവന് സഹായിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ അതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കാവേരി കാണുന്നുണ്ട്. പക്ഷെ അത് കാണുമ്പം കാവേരിക്ക് ഒരുപാട് സങ്കടം വരിക. തൻ്റെ അച്ഛൻ എല്ലാവരെയും എന്തുമാത്രം സ്നേഹിച്ചതാ, തൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ് അച്ഛൻ എപ്പോഴും ആഗ്രഹിച്ചത്. പക്ഷേ ബാക്കിയുള്ളവരെന്താ ചെയ്യുന്നത്? ഒരിക്കൽ താൻ ശിവരാമനോട് സംസാരിച്ചതാണ്. അയാളുടെ മനസ്സിൽ ജയപാലനോടുള്ള കടപ്പാടും സ്നേഹവും മാത്രമേ ഉള്ളൂ. അതിനപ്പുറം തൻ്റെ അച്ഛനോട് ഒരാത്മാർത്ഥതയുമില്ല എന്ന് കാവേരിക്ക് ബോധ്യപ്പെടുക. എന്തായാലും ഒരിക്കൽ കൂടി ശിവരാമനോട് സംസാരിക്കുക തന്നെ വേണമെന്നൊരു തീരുമാനത്തിൽ കാവേരി എത്തിച്ചേരുകയാണ്. അങ്ങനെ അവൾ തോട്ടത്തിലേക്ക് ചെല്ലുക. അപ്പോൾ കാവേരി കാണുമ്പോൾ തന്നെ ശിവരാമൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി ഒളിക്കാനായിട്ടാണ് കേട്ടോ നോക്കുന്നത്. പക്ഷേ കാവേരി പിന്നാലെ ചെല്ലും. ഞാൻ നിങ്ങളോട് ഒരു സഹായം അഭ്യർത്ഥിക്കാനായിട്ട് വന്നതൊന്നുമല്ല. എൻ്റെ അച്ഛന് നിങ്ങളെന്ന് പറഞ്ഞാൽ അത്രയധികം ഇഷ്ടമായിരുന്നു. ഇത് കണ്ടോ, എൻ്റെ അച്ഛൻ്റെ ഡയറിയ എന്നും പറഞ്ഞ് ഫോണിൽ അതിൻ്റെ ഫോട്ടോയൊക്കെ നമ്മുടെ കാവേരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അരവിന്ദൻ്റെ കൈയിഷ്ടം കാണുമ്പം ശിവരാമന് മനസ്സിലാകുന്നുണ്ട്, ശിവരാമേട്ടനെ പറ്റി എൻ്റെ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നതാ, നോക്കിക്കേ എന്ന് പറഞ്ഞ് കാണിക്കാം. കണ്ടോ, എൻ്റെ അച്ഛൻ ഈ തോട്ടം മേടിക്കുമ്പം ഇതിലൊരു വീട് ശിവരാമേട്ടന് പണിത് തരണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. ദേ, അച്ഛൻ്റെ ആഗ്രഹങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഡയറിയിൽ പോലും അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രമോ, ശിവരാമേട്ടനെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് പോലും അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ സ്നേഹമുണ്ടായിരുന്ന എൻ്റെ അച്ഛനോട് നിങ്ങൾക്ക് അല്പം പോലും കരുണ തോന്നുന്നില്ലേ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്നാണെങ്കിൽ നമ്മുടെ ശിവരാമൻ വല്ലാതാവുകയാണ് കേട്ടോ. അവിടെ നിന്ന് കരയാനായിട്ട് തുടങ്ങുക. ശിവരാമേട്ടൻ എന്തിനാ കരയുന്നത്? ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാ. പെട്ടെന്ന് കാവേരി അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുമ്പം പിന്നിൽ നിന്ന് ശിവരാമൻ വിളിക്കുക, മോളെ, എനിക്ക് ചിലത് പറയാനുണ്ട്. ഇനിയും ഇതെൻ്റെ മനസ്സിൽ വെച്ചാൽ ദൈവം പോലും എന്നോട് ക്ഷമിക്കില്ല എന്ന് പറയാ. എൻ്റെ അരവിന്ദൻ സാറ് എന്നോട് അത്രയ്ക്കും സ്നേഹം ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ജയബാലൻ സാറിൻ്റെ വെറും ഒരു പണിക്കാരനാണ് ഞാൻ. അയാൾ പറയുന്നത് കേട്ട് ജീവിക്കാനേ എനിക്ക് സാധിക്കുള്ളൂ. അയാളുടെ സ്വഭാവം മോൾക്കും അറിയാവുന്നതല്ലേ എന്നൊക്കെ പറയാം. എന്തേലും ശിവരാമൻ ചേട്ടൻ മറച്ചു പിടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് എന്താ കാര്യം എന്ന് കാവേരി വീണ്ടും ചോദിക്കാം. മോളുടെ അച്ഛൻ്റെ മരണത്തിന് കാരണം അത് ജയബാലന എന്ന് പറയാം. അയാളോ? അയാൾ എങ്ങനെയാ എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനായേ എന്ന് ചോദിക്കാം. ജയബാലൻ്റെ ചതി മുഴുവനും അരവിന്ദൻ സാറ് അറിഞ്ഞിരുന്നു. ഒരിക്കൽ മരിക്കുന്നതിന് തലേന്ന് ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന് ജയബാലൻ സാറുമായിട്ട് സംസാരിച്ചു. അതിൽ നിന്ന് തന്നെ അരവിന്ദ സാറിന് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതാ. ഈ തോട്ടത്തെ പറ്റിയുള്ള കാര്യങ്ങളും ജയബാലൻ സാറിൽ നിന്ന് മനസ്സിലാക്കി. ജയബാലൻ സാറ് അരവിന്ദ സാറിനെ ചതിക്കുവാണെന്ന് ആ പാവത്തിന് ബോധ്യപ്പെട്ടു. ഇവിടെ വെച്ച് നെഞ്ചുവേദന വന്നു, വീഴാൻ തുടങ്ങിയതാ. പിന്നെ ഒരു വിധത്തിൽ എഴുന്നേറ്റ് നടന്ന് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. കൂട്ടുകാരൻ്റെ ചതി മനസ്സിലാക്കി നെഞ്ചു പൊട്ടിയ ആ പാവം മരിച്ചത് മോളെ എന്നും പറഞ്ഞ് കരയാ. ഇനിയും ഇതൊക്കെ ഉള്ളിലൊതുക്കി ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നും പറഞ്ഞ് ആ മനുഷ്യൻ അവിടെ നിന്ന് കരയാണ് കേട്ടോ. അത് കേൾക്കുന്ന കാവേരിക്ക് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ തോട്ടത്തിൽ വെച്ച് തൻ്റെ അച്ഛന് മരിക്കാൻ കാരണമായത് എന്ന് മനസ്സിലാക്കിയ കാവേരിയും അവിടെ നെഞ്ചു പൊട്ടി നിന്ന് കരയുവാണ്. വീണ്ടും കാവേരി അവിടെ നിന്ന് കരയുന്ന കാണുന്ന ശിവരാമൻ പറയും, മോള് കരയല്ലേ, എല്ലാം കഴിഞ്ഞു പോയില്ലേ എന്ന് ചോദിക്കുക. അന്നേരം ഒരു വിധത്തിൽ കാവേരി തൻ്റെ സങ്കടങ്ങളിൽ ഉള്ളിൽ ഒതുക്കി ശിവരാമൻ്റെ നേരെ എഴുന്നേറ്റ് നിൽക്കുക. അപ്പോൾ ആ തോട്ടം ജയബാലൻ അതും കൈക്കലാക്കിയെന്ന് എൻ്റെ അച്ഛൻ മനസ്സിലാക്കിയിരുന്നു അല്ലേ എന്ന് ചോദിക്കുക. അതേ മോളെ, അതാ ഏറ്റവും കൂടുതൽ അരവിന്ദ സാറിനെ തകർത്ത് കളഞ്ഞത്. അത്രയേറെ ജയബാലൻ സാറിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തതല്ലേ. എന്നിട്ടല്ലേ ജയബാലൻ സാറ് അരവിന്ദ സാറിനോട് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തത് എന്ന് അയാൾ പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന കാവേരിക്ക് ജയബാലനെ കൊല്ലാനുള്ള ദേഷ്യം വരികയാണ്. അച്ഛൻ ജയബാലൻ്റെ ചതി മനസ്സിലാക്കിയിരുന്നെങ്കിൽ പോലും അത് എത്രത്തോളം മനസ്സിലാക്കി എന്ന് കാവേരിക്കും അറിയില്ലായിരുന്നു. ചതിയൻ്റെ രൂപം നൽകി ജയബാലനെ പറ്റി ഫോട്ടോയിൻ്റെ പിന്നിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അത് സഹിക്കാൻ കഴിയാതെ തൻ്റെ അച്ഛൻ മരിച്ചത് എന്നുള്ള തിരിച്ചറിവ് കാവേരിയെ തകർത്ത് കളയാം. ഈ സത്യങ്ങൾ അറിയുന്ന കാവേരിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പോലും കഴിയുന്നില്ല. ജയബാലൻ്റെ നേർക്കുനേർ നിന്ന് രണ്ട് വർത്താനമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ തനിക്കിന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല എന്ന് കാവേരിക്ക് ബോധ്യപ്പെടുക. അപ്പോൾ കാവേരി നേരെ കയറി ജയബാലൻ്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. കാവേരി കാണുമ്പോൾ തന്നെ രാഗിണി അഹങ്കാരം നിറഞ്ഞ സംസാരവുമായിട്ട് കാവേരിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ കാവേരി അതിനൊക്കെ നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പം നിൻ്റെ അച്ഛൻ ആ ജയബാലൻ എന്തേ, ആ ചതിയൻ എന്നും ചോദിച്ചുകൊണ്ടാണ് രാഗിണിയോട് കാവേരി സംസാരിക്കുന്നത്. അത്
കേൾക്കുന്ന രാഗിണിക്ക് കാവേരിയോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ കാവേരിയുടെ നാവിന് മുന്നിൽ രാഗിണിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ജയബാലനാണെങ്കിൽ കാവേരിയുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് വരുമ്പം തന്നെ അയാളുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ടാ കാവേരി ചോദിക്കുന്നത്, എൻ്റെ അച്ഛനെ കൊന്നിട്ട് താൻ നേടിയെടുത്തതൊന്നും തൻ്റെ കയ്യിലിനി ഉണ്ടാകില്ലടോ. എല്ലാ സത്യങ്ങളും എനിക്ക് ബോധ്യപ്പെട്ടു. തന്നെ എങ്ങനെ തകർക്കണമെന്ന് എനിക്കറിയാം. താൻ കണ്ടോ ഈ കാവേരി ആരാണെന്ന് എന്നും പറഞ്ഞ് കാവേരി പറയുമ്പം ജയപാലൻ പറയും, ദേവെണ്ണെ നിനക്ക് തലയ്ക്ക് വെളിവില്ലാത്തെന്നും കരുതി ഇവിടെ വന്ന് ഓരോന്നും വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, ഈ ജയപാലൻ ആരാണെന്ന് നീയും അറിയും എന്ന് പറയാം. ഓ, ജയപാലൻ സാർ ആരാണെന്നേ എനിക്ക് വ്യക്തമായിട്ടറിയാം. എൻ്റെ പാവം അച്ഛൻ ആ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഊറ്റിയെടുത്ത് അതെല്ലാം കൊണ്ട് പണക്കാരനായ ഒരുത്തനല്ലടോ താൻ എന്ന് ചോദിക്കാം. താൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്തെങ്കിലും തൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന ജയപാലൻ ഒന്ന് പതറിപ്പോകുന്നുണ്ട് കേട്ടോ. കാവേരി എത്രത്തോളം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നൊരു ഭയം വരിക. അല്ലെങ്കിൽ തന്നെ തന്നെക്കുറിച്ചുള്ള പല കാര്യങ്ങളും കാവേരിക്ക് അറിയാം. ആ തോട്ടത്തിൻ്റെ പേരിലും കാവേരി പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് തനിക്ക് പ്രശ്നമാകും എന്നൊരു ചിന്ത വരിക. തന്നെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ടടോ. താൻ എൻ്റെ അച്ഛനെ പറ്റിച്ച് നേടിയെടുത്തതൊക്കെ ഈ കാവേരി മേടിച്ചെടുക്കും എന്നും പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് കാവേരി വീട്ടിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പം ജയപാലിൻ്റെ അടുത്ത് പോയി വഴക്കുണ്ടാക്കിയ കാര്യമൊക്കെ അവിടെ അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശാരദ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അയാളുടെ അടുത്തേക്ക് ഓരോ തവണയും പോയി പ്രശ്നം ഉണ്ടാക്കുന്നത്? അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ, നിന്നോട് പറഞ്ഞതല്ലേ ആ തോട്ടത്തിൻ്റെ പിന്നാലെ പോകണ്ട എന്ന്. അപ്പം കാവേരിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങളെല്ലാവരും എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? അയാൾ ഒറ്റ ഒരുത്തം കാരണമാണ് നമ്മുടെ അച്ഛൻ മരിച്ചത് എന്ന് കാവേരി പറയാണ്. ഞാനിന്ന് ആ ശിവരാമൻ ചേട്ടനെ കണ്ടിരുന്നു. അയാൾ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു. അച്ഛൻ മരിക്കുന്നതിന് തലേ ദിവസം ജയപാലനെ കാണാൻ പോയിരുന്നെന്ന് ഞാൻ പലപ്പോഴും എൻ്റെ സംശയം പറഞ്ഞിട്ടില്ലേ, അത് സത്യവാ. അയാളുടെ സകല ചതികളും അച്ഛൻ മനസ്സിലാക്കിയിരുന്നു. തോട്ടം ജയപാലൻ സ്വന്തം പേരിലാക്കിയതുൾപ്പെടെ സകല കാര്യങ്ങളും അച്ഛന് മനസ്സിലാക്കിയാണ് കൂട്ടുകാരൻ്റെ ചതി സഹിക്കാൻ കഴിയാതെ എൻ്റെ അച്ഛൻ നെഞ്ചുപൊട്ടി മരിച്ചത് എന്ന് കാവേരി എല്ലാവരോടുമായിട്ട് പറയാം. അപ്പം ഇതൊക്കെ നേരത്തെ അറിയാവുന്നതായതുകൊണ്ട് ശാരദ ചോദിക്കും, ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയതല്ലേ? അരവിന്ദേട്ടന് ജയപാലൻ ഒരു ചതിയനാണെന്ന് ബോധ്യപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം എന്ന് ചോദിക്കാം. അതല്ലമ്മേ, അച്ഛനത് മനസ്സിലാക്കിയ ഷോക്കിലാണ് അച്ഛന് നെഞ്ചു പൊട്ടി മരിച്ചു പോയത്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ തോട്ടം വാങ്ങാനുള്ള മുഴുവൻ പണവും അച്ഛൻ നൽകിയിരുന്നതാ. അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ മുഴുവനും ജയപാലനെ എടുത്തത്. ഞാൻ ബാങ്കിൽ പോയി അതിനെപ്പറ്റി അന്വേഷിക്കുക വരെയും ചെയ്തു. അച്ഛൻ്റെ അക്കൗണ്ട് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് അയാളാ. അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന കാശിൻ്റെ കണക്കും എത്ര രൂപ ജയപാലൻ എടുത്തു എന്നതിന് അടക്കമുള്ള സകല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി എന്ന് പറയാം. അങ്ങനെ തെളിവ് സഹിതം വീട്ടിലെല്ലാവരെയും കാര്യങ്ങൾ ബോധിപ്പിക്കുമ്പം അത് കേൾക്കുന്ന ശാരദയും രാധമ്മയും നെഞ്ചുപൊട്ടി കരയാണ്. എന്തുമാത്രം ചതിയാണ് ജയപാലൻ തങ്ങളോട് ചെയ്തത്. അതറിഞ്ഞ് നെഞ്ചുപൊട്ടി മരിച്ചുപോയ തൻ്റെ ഭർത്താവിനെ പറ്റി ഓർത്ത് ശാരദ വീണ്ടും വീണ്ടും കരയാണ് കേട്ടോ. അമ്മ ഇങ്ങനെ സങ്കടപ്പെടരുത്. ഇതിനൊക്കെ നമ്മൾക്ക് അയാളോട് ചോദിക്കുക തന്നെ വേണം. അയാൾ അച്ഛൻ്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയ കാശുണ്ടെങ്കിൽ തന്നെ നമുക്ക് നിളമോളുടെ ഓപ്പറേഷൻ നല്ല രീതിയിൽ നടത്തത്തില്ലേ എന്ന് ചോദിക്കാം. അപ്പം എല്ലാവർക്കും അത് ശരിയാണെന്നൊരു ചിന്ത വരുന്നുണ്ടെങ്കിലും എങ്ങനെ എന്നൊരു ചിന്ത വരികയാണ് കേട്ടോ. അപ്പം വിനീത് പറയും, കാവേരി അതെങ്ങനെ അയാൾ ഇത് വല്ല സമ്മതിച്ച് തരുമോ? ഈ നാട്ടിലെ നിയമവും പോലീസും ഒക്കെ അയാൾക്ക് അനുകൂലമായിട്ടേ നിൽക്കത്തുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കാവേരി ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുക. പക്ഷേ അവിടെ പരാതി കൊടുക്കുമ്പോഴും പോലീസുകാരൊക്കെ ജയപാലൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. എന്നാലും താൻ വെറുതെ ഇരിക്കില്ല എന്നൊരു ചിന്തയിൽ തന്നെ എത്തി നിൽക്കുകയാണ് കാവേരി. അതിനുശേഷം കാവേരി തനിക്കെതിരെ പ്രവർത്തിച്ചു തുടങ്ങി എന്ന് മനസ്സിലാക്കുന്ന ജയപാലൻ കാവേരിയെ എത്രയും വേഗം ഇല്ലായ്മ ചെയ്യണം എന്നൊരു ചിന്ത കടന്നു വരുന്നുണ്ട്. അതുമാത്രം രാജേശ്വരി വീട്ടിൽ ഒരിക്കൽ ചെല്ലുമ്പം നിവിനും അതുപോലെ രാജേശ്വരിയും തമ്മിലുള്ള സംസാരം രാഗിണി കേൾക്കാൻ ഇടയാകുന്നുണ്ട്. ഒരിക്കലും ഒരു ഭാര്യയുടെ സ്ഥാനത്ത് എനിക്ക് രാഗിണിയെ കാണാൻ സാധിക്കില്ലെന്നും ഞാൻ സ്നേഹിക്കുന്നത് കാവേരിയാണെന്നും അവളെ അല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് തീർത്തു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കേൾക്കുന്ന രാഗിണിക്ക് ഒട്ടും തന്നെ സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ. തൻ്റെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയായിട്ട് കാവേരി കടന്നു വരാൻ പാടില്ല. അവൾ കാരണമാണ് നിവിൻ തന്നോട് അടുപ്പം കാണിക്കാത്തത് എന്നുള്ള ചിന്തയൊക്കെ രാഗിണിയെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്ന് ജയപാലനോട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും എന്തു വില കൊടുത്തും നിവിനെ എനിക്ക് വേണമെന്ന് വാശോട് കൂടി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തൻ്റെ മകളുടെ ജീവിതത്തിലും തൻ്റെ ജീവിതത്തിലും ഒരുപോലെ വെല്ലുവിളിയായി നിൽക്കുന്ന കാവേരിയെ എങ്ങനെയും ഇല്ലായ്മ ചെയ്യണമെന്നൊരു തീരുമാനത്തിൽ അങ്ങനെ ജയപാലൻ എത്തിച്ചേരുന്നത്. അതിനുവേണ്ടി കുറേയധികം ഗുണ്ടകളെയൊക്കെ ഏർപ്പാടാക്കുന്നുണ്ട്. കാവേരിയെ കൊന്നുകളയാൻ തന്നെയാണ് അയാൾ തീരുമാനിക്കുന്നത്. അങ്ങനെ കാവേരിയെ കുറേ ഗുണ്ടകൾ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ നമ്മുടെ കാവേരി അതിൽ
നിന്നും ഒക്കെ വിദഗ്ധമായിട്ട് രക്ഷപ്പെടും. ഒരു രക്ഷകനായി അവിടെ നരനാണ് കേട്ടോ പ്രത്യക്ഷപ്പെടുന്നത്. കാവേരിയെ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നരനാണെങ്കിൽ അവിടെ നിന്ന് കാവേരിയെ സേഫ് ആക്കിയിട്ട് പോവുകയും ചെയ്യും. അതേസമയം യമുന ഇപ്പോഴും നിവിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ്. കാവേരിക്ക് നിവിനോടൊരു അടുപ്പമുണ്ടോ എന്നുള്ള സംശയം അത് ശരിയാണോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാനായിട്ട് യമുനയുടെ ഭാഗത്തു നിന്ന് പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ കാവേരി നിവിനിൽ നിന്ന് ഇപ്പോൾ ഒരു അകലെ വിട്ട് തന്നെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ കാവേരിക്ക് നിവിനോട് അങ്ങനെ ഒരു താല്പര്യമില്ലെന്ന അവസാനം യമുന ഒന്ന് അനുമാനിക്കുന്നുണ്ട് കേട്ടോ. എങ്കിൽ പോലും നിവിനില്ലാതൊരു ജീവിതം തനിക്കിനി ഇല്ല എന്നൊരു ചിന്തയിൽ തന്നെയാണ് യമുന മുന്നോട്ട് പോകുന്നത്. ഇതേ സമയം രാഗിണിയുടെ നിവിന്റെയും കല്യാണ നിശ്ചയത്തിനുള്ള ഡേറ്റ് വരെയും വീട്ടിലെല്ലാവരും കൂടി എടുക്കുന്നുണ്ട്. നിവിനെ എല്ലാവരും കൂടി പൂട്ടി എന്ന് തന്നെ പറയാം. ഒന്നും പ്രതിരോധിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ 4 ദിക്കിൽ നിന്നും എല്ലാവരും കൂടി നിവിനെ ഒറ്റപ്പെടുത്തി രാഗിണിയെ കല്യാണം കഴിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. വിനീതും അല്പം പോലും നിവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. വിനീതിന്റെ കാഴ്ചപ്പാടിൽ തന്റെ കാവേരിയെ ചതിച്ച ഒരുവനായിട്ടാണ് നിവിനെ കാണുന്നത്. കാവേരിയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വേറൊരു പെൺകുട്ടിക്ക് മോഹം നൽകി കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത് എന്തിന്റെ പുറത്താണ് എന്നൊക്കെയാണ് വിനീത് ചിന്തിക്കുന്നത്. അതുകൊണ്ട് വിനീതിന്റെ ഒരു സഹായവും നിവിന് ഇപ്പം ലഭിക്കുന്നില്ല കേട്ടോ. ആകപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് നിവിനും മുന്നോട്ട് പോകുന്നത്. കാവേരി കണ്ടുന്ന സംസാരിക്കാൻ നിവിനൊട്ട് സാഹചര്യങ്ങൾ കിട്ടുന്നുമില്ലേ. അങ്ങനെ ആകെ സംഘർഷഭരിതമായിട്ടാണ് നിവിന്റെ മാനസികാവസ്ഥയും കടന്നു പോകുന്നത്. എന്തായാലും കാവേരിയുടെ മനസ്സിൽ ഇപ്പം നിവിനോ എങ്ങനെയും ജയപാലനിൽ നിന്നും തങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ കാശ് മുഴുവനും നേടിയെടുക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതിന് കാവേരി കഷ്ടപ്പെട്ട് തെളിവുകൾ സംഘടിപ്പിക്കുന്നതും ജയപാലനെ പൂട്ടുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ഒരു നിവൃത്തിയില്ലാതെ ആ തോട്ടത്തിന്റെ പണം ജയപാലന് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതുമാത്രമല്ല ഈ പ്രശ്നങ്ങളൊക്കെ കാവേരി ഉണ്ടാക്കുന്നത് നിവിന്റെയും അതുപോലെ രാഗിണിയുടെയും കല്യാണ നിശ്ചയത്തിന്റെ അന്നാണ്. അപ്പം ശരിക്കുമുള്ള ജയപാലന്റെ സ്വഭാവം നാട്ടുകാർക്ക് മുഴുവനും ബോധ്യപ്പെടുക. അരവിന്ദനെ ചതിച്ചിട്ടാണ് ആ തോട്ടം സ്വന്തമാക്കിയതെന്നും ആ പാവ മനുഷ്യൻ മരിക്കാൻ കാരണം ജയപാലനാണെന്നും എല്ലാം കാവേരി എല്ലാവരുടെ മുന്നിൽ തെളിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്വന്തം മകളുടെ കല്യാണ നിശ്ചയം മുടങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും കേട്ടോ. അങ്ങനെ ആ പൈസ കിട്ടിയതിന് ശേഷം എല്ലാവരും കൂടി നമ്മുടെ നിളയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് സിറ്റിയിലേക്ക് താമസം മാറാനായിട്ട് തന്നെ തീരുമാനിക്കാം. എല്ലാം കൊണ്ടും ഈ നാട് ശാരദയും രാധമ്മയും എല്ലാവരും അടുത്തിട്ടുണ്ട്. അങ്ങനെ ആ കുടുംബം മുഴുവനും ഒരു പറിച്ചുനടൽ നടത്താനായിട്ട് തീരുമാനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇതിലൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളുണ്ട്. മറ്റാരുമല്ല യമുന. പുഷ്പവാടി വിട്ട് അതിനേക്കാളുപരി നിവിനെ ഉപേക്ഷിച്ചു പോകാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. അപ്പം നിവിനാണെങ്കിൽ കാവേരിയുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ യമുനയിൽ നിന്ന് ഈ നാട്ടിൽ നിന്ന് തങ്ങൾ പോവാണ് എന്നുള്ള കാര്യം അറിയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പം നിവിന് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം യമുനയോട് കോളേജിൽ പോണ വഴിക്ക് വെച്ച് നിവിൻ സംസാരിക്കാൻ ചെല്ലുന്നുണ്ട്. അല്ല, നിങ്ങളെല്ലാവരും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് യമുനയോടപ്പം ചോദിക്കും. അപ്പോൾ യമുന പറയും, അത് നിളയ്ക്ക് ഓപ്പറേഷൻ നടത്തണം, അവളുടെ ചികിത്സയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോവാ എന്ന് പറയാം. നിങ്ങൾ ഇനി അപ്പം തിരിച്ചു വരില്ലേ എന്ന് ചോദിക്കുക. അറിയത്തില്ല, കാവേരി ചേച്ചിക്കും വാശിയാ ഇനി ഈ നാട്ടിൽ ജീവിക്കേണ്ടെന്ന ചേച്ചിയും പറയുന്നത് എന്ന് യമുന പറയാൻ കേട്ടോ. എനിക്ക് ഈ നാടാ ഇഷ്ടം എന്ന് അപ്പം നിവിനെ നോക്കിക്കൊണ്ട് യമുന പറയും. അപ്പം നിവിനാണ് സങ്കടം വരും കേട്ടോ. കാവേരി ഈ നാട്ടിൽ നിന്ന് പോവാണെന്നുള്ളത് നമ്മുടെ നിവിനെ ഉൾക്കൊള്ളാൻ പോലും സാധിക്കുന്നില്ല. ഇപ്പോൾ പോലും നിവിൻ തന്നോട് സംസാരിക്കാൻ വന്നത് തന്നോടുള്ള പ്രണയം കൊണ്ടാണെന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് യമുന മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അങ്ങനെ നമ്മുടെ കാവേരിയും കുടുംബവും താമസം മാറി പുഷ്പവാടിയിൽ നിന്ന് പോയി അവർ താമസിക്കാൻ പോകുന്നത് നമ്മുടെ നരൻ്റെ ഔട്ട് ഹൗസിലാണ്. അപ്പോൾ അതൊക്കെ പതിയെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുതേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.